എന്തായാലും ചീത്ത പറയാൻ സോറി. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഏട്ടൻ പാവം ഭയങ്കരമായിട്ട് വിഷമമായി. ഇതാണ് ഏകദേശം ഈ വർഷം സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് രാത്രി 10 മണിയായിട്ടുള്ളൂ. ഇപ്പൊ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകണം. വേറെ ഒന്നുമല്ല, ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മള് ലുലു മാളില് പോകുന്നത്. അപ്പൊ ഇന്നത്തെ ന്യൂ ഇയർ ലുലു മാളിന്നാണ്. 12 മണിക്ക് ഒരു 11 മണിക്ക് അവിടെ നമ്മൾ 7 മണിക്ക് തുടങ്ങിയ പരിപാടി കേട്ടോ. അതോടെ കാണിച്ചു കൊടുക്ക്. കൊറേ ഇതാ സെറ്റപ്പ് ചെയ്ത് നമ്മള് കൊറേ ബജി ഉണ്ടാക്കി, ഉള്ളി ഇവിടെ കണ്ടില്ലേ, ഫുള്ള് സെറ്റ് ആയിരുന്നു. ലൈറ്റ് ഒക്കെ നമ്മള് വാങ്ങിച്ചതായിരുന്നു. വീടതാ അവിടെ. അതെ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കട്ട് ചെയ്യാൻ പോവാട്ടോ. അച്ഛനും അമ്മയൊക്കെ ഇത്രയും നേരം ഇരുന്നിട്ട് പോയ പെട്ടെന്നാണ് ഞങ്ങള് കേക്ക് അങ്കിളായിട്ട് സ്പോൺസർ ചെയ്തത്. അതെ അതെ, വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ കുഞ്ഞുസ് കട്ട് ചെയ്യാൻ പോണേ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ചെറിയ ഹാപ്പി ന്യൂ ഇയർ മോനെ. എന്താ ചെയ്യുന്നത്? സോറി ജിയാ, ഇറ്റ്സ് ഓക്കെ. കുഞ്ഞുസേ, ഇതെന്തത്? കേക്ക് അല്ല, എന്താ സംഭവം? ബർത്ത്ഡേ ഒന്നുമില്ല. ബർത്ത്ഡേ ഒന്നുമല്ല. ആരിന്റെ ബർത്ത്ഡേ അല്ല, ന്യൂ ഇയറാ. ന്യൂ ഇയർ പറഞ്ഞ എന്താ മോനെ? ന്യൂ ഇയർ പറഞ്ഞ അറിയില്ല അല്ലേ? പാവന്റെ മോൻ. പുതിയ വർഷം വരാണ് കേട്ടോ. അതാണ് ന്യൂ ഇയർ. പുതിയ വർഷം. അപ്പൊ എല്ലാരുടെ അടുത്ത് പറയും, നമ്മുടെ ആൾക്കാരുടെ അടുത്ത് പറയും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പൊ നമ്മള് ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടി ലുലു മോളിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. വീട്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് സമയം 11:50. ഇപ്പോഴും നമ്മള് ജാമിലാണ്, ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയിരിക്കുക. ഞാൻ കാണിച്ചു തരാം കേട്ടോ. 11:50. ഫുള്ള് തിരക്കെന്ന് പറഞ്ഞാലും പോരാ. ഓക്കെ ഓക്കെ, പാലാ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടാണ് കേട്ടോ അത്. അത്രയും തിരക്കാണ്. സംഭവം പരിപാടിയൊക്കെ കഴിഞ്ഞു എന്നാ തോന്നുന്നത്. ക്രൗഡായിട്ട് അവിടുത്തെ പ്രോഗ്രാം ഒക്കെ നിർത്തി വെച്ചു കേട്ടോ. കാരണം ഇത് NH അല്ലേ, NHന്റെ അവിടെ ഒന്നാമത് ഇവിടുത്തെ അത്ര പാർക്കിംഗ് സൗകര്യം കുറവാല്ലേ, സ്പേസ് കുറവാണ് കേട്ടോ ഈ ലുലു മോളിൽ, നമ്മുടെ പാലക്കാട് ലുലു മോളില്. അപ്പോൾ അവര് പ്രോഗ്രാമൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും തിരിച്ചു. ഒരു ആംബുലൻസ് ഒക്കെ ഇവിടെ കുറേ നേരമായിട്ട് കുടുങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കാണുന്നുണ്ടോ? ലുലു മോൾ ഇനി അങ്ങ് എത്തണതാ. അതെ, അവിടെ എത്തണം. നമ്മൾ അവിടേക്ക് തിരിയുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കും എന്തായാലും. വെറും 6 മിനിറ്റുകൾ മാത്രം പരിപാടി. ഒരു പരിപാടി കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന്റെ ട്രാഫിക് ഒക്കെ പരമാവധി ശ്രദ്ധിച്ചിട്ട് എല്ലാം അത്രയും വലിയൊരു ഇതല്ലേ, വലിയ സ്ഥാപനം. ഒരു ട്രാഫിക് ആവും, ഹൈവേ ആണ്, എല്ലാം ചിന്തിച്ചിട്ട് ചെയ്യുക. കാരണം 1 മണിക്കൂറായിട്ട് 5 മിനിറ്റിലെ ഒരു 1/2 കിലോമീറ്റർ 1 മണിക്കൂറാണ് മൂവ് ചെയ്യാൻ. ഞങ്ങള് 3/4 മണിക്കൂർ നിന്നു അല്ലേ ഇവിടെ. സംഭവം വീട്ടിൽ ഒരു 15 മിനിറ്റ് ലുലു മോളിലേക്കുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ഇറങ്ങിയതായിരുന്നു. ഇതെങ്ങനെയാണ് ഇത് കൊടുത്തത്? അപ്പൊ പെർമിഷൻ കൊടുത്ത് എങ്ങനെയായിരിക്കും? കാരണം ഒരു പരിപാടിക്ക് വേണ്ടിട്ട് 5 മിനിറ്റ് യാത്ര നമ്മൾ 1 മണിക്കൂറാണ് എടുത്തത്. അപ്പൊ എത്ര ആൾക്കാർ, എത്ര ആംബുലൻസ് കുടുങ്ങിയപ്പോ, എത്ര ആംബുലൻസ് കുടുങ്ങി, ഒന്നും ചെയ്യാൻ പറ്റാണ്ട്. അതുകൊണ്ട് ഒന്നും ചിന്തിക്കാണ്ട് ചെയ്യുന്നത്. സാരമില്ല, ഈ ആദ്യമായിട്ടായിരിക്കും നമ്മള് കാറിനകത്തുനിന്ന് തന്നെ ന്യൂ ഇയർ. അവിടെ കണ്ടോ, ഫുള്ളാണ് തിരക്കിന്റെ കളിയാണ് മക്കളെ. ഒരുപാട് കാര്യം ചിന്തിക്കാണ്ടല്ലേ. അതെ അതെ അതെ, പാർക്കിംഗ് ഒക്കെ നന്നായിട്ട് കൊടുക്കണം. എന്നാൽ മാത്രം എന്തൊക്കെ പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്യാം. ഒരു ഹൈവേയിൽ മുഴുവല്ലേ എത്ര ആൾക്കാരാണ് ഇപ്പൊ സ്റ്റക്കായി കിടക്കുന്നത്. എത്ര ആൾക്കാരല്ലേ, എത്ര വണ്ടികൾ, ലോറിയും എല്ലാവരും. ഏട്ടൻ പാവം ഭയങ്കരമായിട്ട് വിഷമമായി. നല്ല കാരണം നമ്മള് കാലിക്കറ്റിലെ പ്രോഗ്രാംസ് ഒക്കെ വിട്ടിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് കേട്ടോ. മൊത്തത്തില് ഹൈവേ മൊത്തം ബ്ലോക്ക് ആക്കണം. 1 മണിക്കൂർ 5 മിനിറ്റ് നമ്മള് എത്ര 1/2 കിലോമീറ്റർ പാസ് ചെയ്യാൻ 1 മണിക്കൂർ എടുത്തു കേട്ടോ. വണ്ടി, ആംബുലൻസ് എല്ലാം. ഒന്നാമത് ഹൈവേ ആയതുകൊണ്ട് ഫുൾ
ലോറികൾ. അതാ ഈ ഗുജറാത്ത് ലോറി നമ്മളെ കൊറേ നേരിട്ട് കളിപ്പിക്കുന്നുണ്ട്. അവിടെ ഭയങ്കര തിരക്കാണ്, അത്രയും തിരക്കാണ്. അപ്പം നിങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം എങ്ങനെയൊക്കെയാന്ന് ഒന്ന് പറയണം കേട്ടോ. കാരണം നമ്മൾ ഏകദേശം ഈ വർഷം സെറ്റ് ആയിട്ടുണ്ട്. ഇന്ന് മറക്കില്ല എന്തായാലും. കാറിൽ ഇരുന്നിട്ടാണ് നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. അതെ, പാവം എന്റെ കുഞ്ഞുസ് കൊറേ നേരമായി ലുലു മോളിൽ പോണം വേണ്ടൊക്കെ റെഡിയായി നിന്നായിരുന്നു. മോൻ ഉറങ്ങി. കാരണം മക്കൾക്കൊക്കെ ഒരു പരിധിയുണ്ട് നിക്കുന്നതില്. അതെ, ഇതാ കാണിച്ചു തരാം കേട്ടോ അവിടുത്തെ പ്രോഗ്രാം എന്താന്നുള്ളത്. ഇതാണ് ഈ ഒരു ചെറിയ ഗ്രൗണ്ടിലാണ് ഇവര്. അതെ അതെ, ഭയങ്കരമായിട്ട് നമുക്ക് ഈ ഒരു ചെറിയ സ്പേസിലാണ് കേട്ടോ അവർ ചെയ്യുന്നത്. എന്തായാലും ഹാപ്പി ന്യൂ ഇയർ മോനെ. എല്ലാവരും ഇതിനകത്ത് ഈ വർഷം ഇങ്ങനെയായ 57 ആയിട്ടോ. നോക്ക് എല്ലാവരും റോഡിലിരിക്കുക, ഹൈവേയിലിരിക്കുക കേട്ടോ. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഫസ്റ്റ് ന്യൂ ഇയർ ആണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ട്ടോ. എവിടെ എവിടെ ആരുടെ 59 ആയിട്ടാ. എന്തെങ്കിലും ഉണ്ടോ? അതാ ഡ്രോൺ വന്നു. ഗൈസ്, അപ്പൊ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ന്യൂ ഇയർ എവിടെ എവിടെ എന്തായാലും ചീത്ത പറയാൻ സോറി. കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് ഫയർ വർക്ക സ്ഥലത്ത് വന്നിട്ട് നമ്മൾ സ്റ്റക്കായി 12 മണിക്ക്. എന്തായാലും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ. എടാ അവിടെ താഴെ പൊട്ടുന്നത്, ഒന്നും മേലെ പോകുന്നില്ല. ചൈനീസ് പണിതൊന്നും ഒന്നും മേലോട്ട് പോകുന്നില്ല. ചൈന ഫ്ലോപ്പായിടാ. ചൈനീസ് പടക്കങ്ങളൊക്കെ ഫ്ലോപ്പായെന്ന് തോന്നിട്ടോ. ഒന്നും പൊങ്ങുന്നില്ല. അവിടെ നിന്നാണെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. ഹാപ്പി ന്യൂ ഇയർ അല്ലേ? ഞാൻ ന്യൂ ഇയർ അടിപൊളി ചുറ്റി വന്നു. മറ്റേ ഡ്രൈവിംഗ് ത്രൂ ന്യൂ ഇയർ ആയി പ്രാവശ്യം. അവിടെ പോയി വന്ന് ന്യൂ ഇയർ ആയി. അവിടെ പാർക്കിംഗ് വെക്കാൻ പറ്റില്ല. അത് മാത്രമേ സങ്കടമുള്ളൂ. ഡ്രൈവ് ത്രൂ ന്യൂ ഇയർ ആയിപ്പോയി. കറക്റ്റ് സമയത്ത് എല്ലാം കിട്ടി. ലുലു മാളിന്റെ മുന്നിൽ വന്ന് ന്യൂ ഇയർ ആഘോഷിച്ച് പടക്കം പൊട്ടിച്ച് വന്നു. ചേട്ടാ പോക്കോട്ടെ ഓണടിച്ച് വെറുപ്പിക്കല. പോക്കോട്ടെ പെക്കോളൂ. ഹാപ്പി ന്യൂ ഇയർ. അയ്യോ ഓക്കെ ഗൈസ്, എല്ലാവരും ഹാപ്പി. അടിപൊളി ഫയർ വർക്ക്സ് കേട്ടോ ലുലു മാളില്. പക്ഷെ ഭയങ്കര ബ്ലോക്ക് ആയിട്ടോ, ഭയങ്കര. കാരണം പാലക്കാട് ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? വേറെ ഒരു സ്ഥലം ഇല്ലല്ലോ ലുലു മാളിലും. പിന്നെ 2-3 മലമ്പുഴയിലൊക്കെ ഉണ്ടോ? എന്നാലും ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു.
1 മണിക്കൂറിൽ കൂടുതലല്ലേ, ഭയങ്കര ബ്ലോക്കിൽ പെട്ടു. എന്തായാലും ഇപ്പോഴത്തെ ന്യൂ ഇയർ ഇങ്ങനെയായിപ്പോ അല്ലേ, കുഴപ്പമില്ല. ശരി. സമയം 12:55 കേട്ടോ. നമ്മൾ അവരിനെയൊക്കെ അവിടെ ഇറക്കി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. കുഞ്ഞൂസിനെ കൊണ്ട് കിടത്തി ഇതൊക്കെ ഇട്ടിട്ട് നല്ല മുടി എന്താ പറയുക കമ്മലും ഒക്കെ ഇട്ടിട്ട് പോയതാണ്. മൊത്തത്തിൽ ഇങ്ങനെയായി. അവിടുത്തെ കാറിന്ന് ഇറങ്ങിയില്ല, അതാ സംഭവം കേട്ടോ. ഭയങ്കര വല്ലാത്തൊരു ന്യൂ ഇയർ ആയിപ്പോയി. എന്തായാലും നിങ്ങളുടെ ന്യൂ ഇയർ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. കുറേ പേര് വീട്ടിൽ തന്നെയായിരിക്കും ആഘോഷിച്ചിട്ടുണ്ടാവുക. റെസിഡൻസ് അസോസിയേഷൻ പക്ഷെ ഇപ്പോഴൊക്കെ എല്ലാവരും ഓൾമോസ്റ്റ് പണ്ടത്തെ കാലം ഒരുപാട് ആൾക്കാർ പുറത്തിറങ്ങി ആഘോഷിക്കാൻ തുടങ്ങി അല്ലേ, എല്ലാവരും. കാരണം ആദ്യമൊക്കെ ജെന്റ്സ് മാത്രമായിരിക്കും പുറത്ത് പോവുക, ഇപ്പൊ ഫുൾ ലേഡീസും കുഞ്ഞുങ്ങളും അമ്മമാരൊക്കെ. ഞാൻ കോഴിക്കോട് മാത്രം ഇത്ര തിരക്കുണ്ടാവുള്ളൂ. കോഴിക്കോട് എല്ലാവരുടെയും പരിപാടി ഉണ്ട്. കോഴിക്കോട് ഹൈലൈറ്റിലും ഗൂഗിളും എല്ലാവരും ഉണ്ട്. ഇവിടെ പാലക്കാട് ഭയങ്കര ക്രൗഡായി അല്ലേ. അതെ, എന്തായാലും അതൊക്കെയാണ് നമ്മുടെ ന്യൂ ഇയർ വിശേഷങ്ങൾ. 1 മണിയായി. ഇനി അതൊക്കെ ഒന്ന് മാറ്റി കിടക്കണം. അപ്പോൾ നാളത്തേക്ക് ഒരു വീഡിയോ ഉണ്ട് അല്ലേ, അത് രാവിലെ എഡിറ്റ് ചെയ്യണം. ഇതും കൂടി എഡിറ്റ് ചെയ്തിട്ട് ഇത് ഉച്ചയ്ക്കിടും. അത് 1:30 വന്നിട്ടുണ്ടാകും അപ്പോഴത്തേക്കും. അപ്പോൾ വീഡിയോസ് കാണുക. ഇനിയിപ്പോൾ കുറച്ചൊന്ന് ട്രാക്ക് മാറ്റണമെന്നുണ്ട്. അമ്മായിയമ്മ നാട്ടിൽ വിട്ടിട്ട് പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്യാണം അല്ല എന്തായിരുന്നു അത്, ഒരു പെണ്ണ് കാണൽ ചടങ്ങെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് നല്ല റെസ്പോൺസ് ഉണ്ട്. ഫേസ്ബുക്കിൽ നന്നായിട്ട് ഓടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്.